ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ്. പരിശുദ്ധ ഖുർആൻ പാരായണത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ് അൽ വഖ്ഫു വൽ ഇബ്തിദാ. പാരായണത്തിനിടയിൽ വഖഫ് ചെയ്യുക, വിരാമമിടുക, അപ്രകാരം തന്നെ പുനരാരംഭിക്കുക, എടുത്തോതുക എന്നൊക്കെ പറയുന്ന ഇബ്തിദാ. ഇത് രണ്ടും അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അതിൻ്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം ആലോചിച്ചുകൊണ്ട് അർത്ഥവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവ രണ്ടും എന്നതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തർത്തീലിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫ് എന്നാണ്. അക്ഷരങ്ങളെ തെറ്റുകൂടാതെ വളരെ ഭംഗിയായി മൊഴിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യലും വിരാമസ്ഥാനങ്ങൾ അറിയുകയും ചെയ്യുക എന്നതാണ് തർത്തീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഖുർആൻ തർത്തീൽ ചെയ്യണമെന്ന് സൂറത്തുൽ മുസ്സമ്മിലിൽ കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവക്ഷ എന്താണെന്നതിന് അലി റളിയല്ലാഹു അൻഹു അവർകൾ നൽകിയ മറുപടിയാണ് തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്. അപ്പോൾ വിരാമസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കണം എന്നത് നിർബന്ധമാണ്. തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ അത് ആവശ്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ ഒരു വചനം, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ അല്പകാലം ജീവിച്ചു. ഈമാൻ പൂർണ്ണമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നീട് ഖുർആൻ പഠിക്കുകയും ഖുർആൻ ലഭിക്കുകയും ഓരോ സൂറത്തുകൾ അവതരിക്കുന്ന സന്ദർഭങ്ങളിൽ അതിലെ എല്ലാ ഫയതഅല്ലമു ഹലാലഹ വ ഹറാമഹ വ അവാമിറഹ വ സവാജിറഹ വമാ യൻബഗി അൻ യഖിഫ ഇൻദഹു മിൻഹ, ഇതൊക്കെ അയാൾ മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. ഹലാൽ ഹറാമുകൾ, കൽപ്പന വിരോധങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി അറിയുകയും വിരാമസ്ഥാനങ്ങളുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ഖുർആനിനെ സ്വീകരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയുമൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ പിന്നീട് ചിലരെ കാണുവാൻ സാധിച്ചു. വലഖദ് റഅയ്തു റിജാലൻ യുഅത അഹദുഹുമുൽ ഖുർആൻ ഖബ്ലൽ ഈമാൻ, ഈമാൻ പൂർണ്ണമാകുന്നതിന് മുമ്പേ ഖുർആൻ ലഭിക്കുന്ന ചില ആളുകൾ, അവരുടെ അവസ്ഥ ഫയഖറഉ മാ ബൈന ഫാത്തിഹത്തിൽ കിതാബി ഇലാ ഖാതിമതിഹി, ഫാത്തിഹ മുതൽ ഖുർആൻ്റെ അന്ത്യം വരെ അയാൾ പാരായണം ചെയ്യും. ലാ യദ്രി മാ ആമിറുഹു വമാ സാജിറുഹു, എന്താണ് അതിലെ കൽപ്പനകൾ, എന്താണ് നിരോധങ്ങൾ എന്നൊന്നും അയാൾക്ക് അറിയുമായിരുന്നില്ല. വമാ യൻബഗി അൻ യഖിഫ ഇൻദഹു, എവിടെ വഖഫ് ചെയ്യണം തുടങ്ങിയ അനിവാര്യമായി അറിയേണ്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അയാൾ ഖുർആൻ പാരായണം ചെയ്യും. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യൻസുറുഹു നസ്റദ്ദഖൽ, മോശമായ വളരെ നിലവാരം കുറഞ്ഞ വിധത്തിലുള്ള ഈത്തപ്പഴം നല്ല നിലവാരമുള്ളതുമായി കൂട്ടിക്കുഴക്കുന്നത് പോലെ ഒരു കൂട്ടിക്കുഴക്കൽ അയാൾ പാരായണത്തിൽ ചെയ്യും. കൃത്യമായ ശരിയായ വിധത്തിലുള്ള വിരാമവും മറ്റും പാലിച്ചുകൊണ്ടുള്ള പാരായണമല്ലാത്ത ഒരു പാരായണം നിർവഹിക്കും എന്ന് ഇവിടെ ഒരു ഉപമയിലൂടെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അപ്പോൾ കൃത്യമായി വിരാമസ്ഥാനങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത് എന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ വഖഫുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ്